നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയുന്നത് ഇപ്പോൾ ഇത്ര ചിരിക്കാൻ എന്താണെന്നറിയോ, ഞാൻ മോർണിംഗിലാണ് വീഡിയോ ഇടാൻ പോകുന്നത്, അപ്ലോഡ് ആകാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോഴൊക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ വീഡിയോ കാണും. സമയമൊക്കെ ഉള്ളവരൊക്കെ കാണുക, പർച്ചേസ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയട്ടെ, അത് കേൾക്കണം. നിങ്ങൾ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ടത്. നമ്മൾ യൂഷ്വലി ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന 8848522394. എനിക്ക് ലോകത്ത് 2 നമ്പറേ കാണാതറിയത്തുള്ളൂ. ഒന്ന് ഈ 3 നമ്പർ കാണാതെ, ഒന്ന് എൻ്റെ ഒരു നമ്പർ, ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ നമ്പർ, ഒന്ന് ഈ നമ്പർ. ഈ 3 നമ്പർ എനിക്ക് ലോകത്ത് കാണാതറിയത്തുള്ളേ. അതിനിപ്പോൾ എന്നാന്നല്ലേ. അപ്പം ആ നമ്പറിലേ ബുക്ക് ചെയ്യാവുള്ളൂ. ആ നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്യുക. ഇസബെല്ല 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. ഇസബെല്ല 2 എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലാണ് ഇതിൻ്റെ ബുക്കിംഗ് എടുക്കേണ്ടത്. മറ്റേ നമ്പറിൽ ചോദിച്ചാൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ഓർക്കരുത്, ഈ നമ്പറിലാണ് ബുക്കിംഗ് എടുക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ ഏത് നമ്പറാണെന്ന് നോക്കുക, ആ നമ്പറിലാണ് ബുക്കിംഗ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇസബെല്ലയുടെ എന്നല്ല, നമ്മുടെ കുറച്ച് പ്രീമിയം കളക്ഷൻസ്, പ്രീമിയം ആയിട്ട് വരുന്ന ഷോൾസിൻ്റെ കളക്ഷൻസാണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. പ്യുവർ മൊഡാൾ ഷോള്, പ്യുവർ മൊഡാളാണ്, അജ്രക്ക് പ്രിന്റ് വെച്ചിട്ടുള്ള പ്യുവർ മൊഡാളാണ്. പ്രീമിയം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, റേറ്റ് കൂടിയ ഐറ്റംസിനെയാണ് പ്രീമിയം കളക്ഷൻസിൽ വരുന്നത്. ഇതിപ്പം മെറൂൺ കളർ, ഡാർക്ക് മെറൂൺ ഷോള്. ഇതാണ് ലെങ്ത്. ഓവറായിട്ടുള്ള ലെങ്ത് ഇല്ല. സാധാരണ മൊഡാൾ ഷോൾ വരുമ്പോൾ ഭയങ്കര ലെങ്ത്താണ്, നിലത്തൂടെ കിടക്കുന്നതെന്ന് ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് കാണുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചോണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷോൾ വാങ്ങിച്ചിട്ട് നല്ല ഒന്നാന്തരമായിട്ട് മൊഡാളിൻ്റെ ടോപ്പ് തയ്ക്കാം. പക്ഷേ ഇത് നോർമൽ ലെങ്ത്തേ ഉള്ളൂ. ലെങ്ത്ത് ഓരോന്ന് എടുത്ത് ചോദിക്കരുത്. ലെങ്ത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഇച്ചിരി കുറവാണെങ്കിലേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തന്നെയാണ് തരുന്നത്. ഒരു തൊള്ളി പൊടിക്ക് പൊക്കം അനുസരിച്ച് കുറയും. പൊക്കം ഒത്തിരി കൂടുതലുള്ളവർക്ക് ഇങ്ങനെ. പക്ഷേ മൊഡാൾ ഷോളിൻ്റെതായ ഒരു ഭയങ്കര ഒരു സംഭവമുണ്ട്. ഇതാണ് ഷോള് ആദ്യത്തേത്. ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വൺ സൈഡ്, ഈ ഇത്രയുള്ള ഷോളൊക്കെ നമ്മൾ പാർട്ടി വെയർ ആയിട്ടല്ലേ ഇടുള്ളൂ. അപ്പോൾ വൺ സൈഡൊക്കെ ഇട്ടാൽ നല്ല ഭംഗിക്ക് കിടക്കും. മൊഡാൾ എന്ന് പറയുന്ന മൊഡാൾ സിൽക്കിൻ്റെ ഷോളാട്ടോ ഇത്. പിന്നെ മൊഡാളിനകത്ത് ഗ്ലോ ഉള്ളതും വരുന്നുണ്ട്, ഗ്ലോ കുറഞ്ഞതും വരുന്നുണ്ട്. ഇതൊരു മീഡിയം ഗ്ലോയേ ഉള്ളൂ, ഓവറായിട്ടുള്ള ഗ്ലോ ഉള്ളതല്ല ഇത്. അജ്രക്ക് പ്രിന്റാണ്, നേവി ബ്ലൂ. ലെങ്ത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലെങ്ത്ത് അളന്നൊന്നും നോക്കിയില്ല. ഓവർ ലെങ്ത് ഇല്ല കേട്ടോ, ഓവർ ലെങ്ത് ഇല്ല. ഇതിങ്ങനെ പാർട്ടി വെയർ ഇതിൽ വരുന്നതാണ്. അപ്പോൾ വൺ സൈഡൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇടാനുള്ള ഒരു കോൺസെപ്റ്റാണ്, അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. 1890 രൂപ വരെ ഇതിൻ്റെ നല്ല ലെങ്ത്തുള്ള ഷോളിന് വില വരുന്നുണ്ട്. പക്ഷേ ഇതിന് അത്ര റേഞ്ച് ഇല്ല. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അഫോർഡബിൾ ആക്കാം. പൊക്കം കുറഞ്ഞവർക്ക് വേണമെങ്കിൽ ടോപ്പ് അടിക്കുകയും ചെയ്യാം. ഇത് കണ്ടോ, നല്ല പ്രിൻറ്റും ഒക്കെ ആയിട്ട്. ഇതിപ്പോൾ റെഡെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡാർക്ക് റെഡാണ്. നമ്മുടെ ചില്ലി റെഡ് അല്ല, ബ്ലഡ് റെഡ് എന്ന് പറയാം. അത്യാവശ്യം ഡാർക്കാണ്, നല്ല ഭംഗിയാണ്. ഇത് നമുക്കൊരു പ്ലെയിൻ സിൽക്കിൻ്റെ ഒരു ടോപ്പും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടുകയും ചെയ്യാം. മൊഡാളും അജ്രക്കും കൂടെ ഒന്നിച്ച് വന്നേക്കുന്ന ഒരു സംഭവം. ഇത് വേറൊരു ഡിസൈൻ, അജ്രക്ക് തന്നെയാണ്, ഇച്ചിരി കൂടി ചെറിയ ഡിസൈൻ, അറിഞ്ഞില്ല അങ്ങനെ ഒരു ഡിസൈൻ. നല്ല എടുപ്പാട്ടോ ഈ ഷോൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്. ഷോൾസിന് എപ്പോഴും ഒരു എന്നാ പറയുന്നത്, എടുപ്പ് കൊടുക്കുന്നു. കാരണം നമ്മൾ പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ ആ ഷോളാണ് നമ്മുടെ മുക്കാലും കാണുന്നത്, അല്ലേ? നമ്മുടെ മുഖത്തേക്കുള്ള റിഫ്ലക്ഷൻ പോലും ഷോളിലായിരിക്കും. അപ്പോൾ ഇത്രയും കൂടി ഷോളൊക്കെ ഇടുമ്പോൾ അതിൻ്റേതായൊരു സ്റ്റാൻഡേർഡ് ഫീലിംഗ് ആയിട്ട് വന്നിരിക്കുന്ന പർപ്പിള്, ഡാർക്ക് പർപ്പിൾ കേട്ടോ. ഇതിനെല്ലാം കണ്ടമാനം സ്റ്റോക്കില്ല. കാരണം ഈ പ്രീമിയം ഐറ്റം ആയതുകൊണ്ട് തന്നെ കണ്ടമാനം സ്റ്റോക്കില്ല. നമ്മൾ അത് എല്ലാവർക്കും ഇപ്പം 1150 തോന്നിൻ്റെ വില. എനിക്ക് അങ്ങനെ അത്ര ഏതാണ്ട് 1150, 1200 അങ്ങനെ ഏതാണ്ടാണ് റേറ്റ്. എല്ലാവർക്കും അത്രയുമുള്ള ഷോൾ അഫോർഡബിൾ ആയിരിക്കത്തില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് സ്റ്റോക്ക് വെക്കാമെന്ന് വെച്ചാൽ തന്നെ കിട്ടാനും പാടാണ് ഒത്തിരി. ഇനി നമ്മളുടെ അജ്രക്ക് പ്രിൻ്റ് വരുന്ന, റയോണി വരുന്ന ഞാൻ കാണിച്ചിട്ടുള്ളത് ഈ ഷോള്. ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ്. ഒത്തിരി പേര് ഇത് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഡിഗോ ഷെയ്ഡ്. ഇത് ഈ പറഞ്ഞ പോലെ നല്ല ഒന്നാന്തരമായിട്ടൊരു ടോപ്പ് തയ്ക്കാം. ഇതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ലെങ്ത് ഓവർ ലെങ്ത് ഇല്ല, ഒരു 2 ഇത് നോക്കാതെ പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇതുണ്ടോ, വിഡ്ത്ത് കൂടുതലുണ്ട്, നല്ല വിഡ്ത്താണ്, ലെങ്ത് ഉണ്ട്.
ലെങ്ത് ഇത്രയാണുള്ളത്. കണ്ട ആ 46-45 ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു കുർത്തിയൊക്കെ ആണെങ്കിൽ അല്ലേ. ഇത് ഇനി കാണിക്കുന്ന മുഴുവൻ അങ്ങനത്തേതാണ്. ഒരെണ്ണം മതി എന്ന് പറഞ്ഞായിരുന്നു, ബ്ലാക്ക്. ഷോപ്പിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഇന്നും നാളെയും അവൈലബിൾ ആയിരിക്കും. അടുത്ത ദിവസങ്ങളിൽ കാണോ ഇല്ലയോ എന്നറിയത്തില്ല, ചിലപ്പോൾ കാണും. ബ്ലാക്ക് പ്രിൻ്റ് അജ്രക്കിൻ്റെ ഒരു സെയിം പ്രിൻ്റ്. ഇനി പ്രിൻ്റ് മാറി മാറി ഉണ്ടേ, കാണിക്കാവേ. മസ്റ്റാർഡ് യെല്ലോ, നല്ല കളറല്ലേ. സെയിം ആണോ വേറെയാ? ഡിസൈൻ വേറെയാ? കളറൊന്നാ, ഡിസൈൻ വ്യത്യാസപ്പെട്ടു. കണ്ടോ? എന്താണ് ഇതിലൊക്കെ നല്ല അടിപൊളിയായി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. നമുക്കൊരു ഭയങ്കര നല്ല ഒരു ലുക്കാണ്, നമുക്കൊരു ക്ലാസ് ലുക്ക് കിട്ടും. അടിപൊളി കളറല്ലേ, നല്ല കളർഫുള്ളായിട്ടിരിക്കുക. നമ്മുടെയൊക്കെ അടുത്ത എന്തെങ്കിലും ഇപ്പോൾ ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിലേ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കിൻ്റെ സിൽക്കിൻ്റെ ഒക്കെ ഒരു ടോപ്പും ബോട്ടവും കൂടെ തയ്ച്ചിട്ട് ഇതൊക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. ടോപ്പും ബോട്ടവും തയ്ച്ചിട്ട് ഈ ഒരു ക്രീം ഇഷ്ടം പോലെ കിട്ടുമല്ലോ നമുക്ക്. ടിഷ്യൂ സിൽക്കിലും അല്ലെങ്കിൽ എന്തെല്ലാം സിൽക്കിൽ കിട്ടും. നെറ്റ് കോട്ടായി കഴിഞ്ഞൊക്കെ നല്ലത്. ഇത് മൊഡാളല്ല, മൊഡാള ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, മൊഡാള് പോലത്തെ തോന്നിക്കുന്ന റയോണാണ് മെറ്റീരിയൽ കേട്ടോ. നല്ല സോഫ്റ്റാണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള റയോണാണ്. ഒന്നല്ലല്ലോ, രണ്ടാണല്ലോ അല്ലേ, 2 ഡിസൈൻ അല്ലേ. നിങ്ങൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കാവുള്ളേ. എൻ്റെ പറഞ്ഞ 4 നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് ഞാൻ പറയും, പക്ഷേ പലരും അത് എഡിറ്റ് ചെയ്ത് വലിയ സൂമാക്കി അയച്ചു തരും. ഇത് വേറൊരു പ്രിൻ്റ് കേട്ടോ, നമ്മുടെ മഷ്റൂം സിൽക്കിലൊക്കെ വരുന്ന അജ്രക്ക് ഡിസൈൻ തന്നെയാണ്. മഷ്റൂം സിൽക്കിനകത്താണ് ഈ പ്രിൻ്റ് കൂടുതൽ വരാറുള്ളത്. ഇത് പക്ഷേ മഷ്റൂം സിൽക്കല്ല, റയോണാണ്. ഇതിപ്പോൾ വന്നിട്ട് വാടാമുല്ല കളർ. പിന്നെ എന്നെ സുഖമാണെന്നറിയോ, കൂൾ ഷോളിട്ട് കഷ്ടപ്പെടണ്ട. AC കൂളിങ്ങാണോ? അല്ലല്ലോ, അല്ലാത്ത സാധനം തൊടുമ്പോൾ എനിക്ക് കൂളിങ്ങൊക്കെ തിരിച്ചറിയാം. തർക്കിക്കാൻ നോക്കണ്ട. ന്യായം എൻ്റെ ഭാഗത്താണെന്നറിഞ്ഞാൽ ഞാൻ തർക്കിക്കും. എനിക്ക് ന്യായമുള്ള കല്യാണ കാര്യത്തിനാണെങ്കിൽ മിണ്ടാതിരിക്കും. ന്യായം എൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് ദേഷ്യവും വരും. അതാ പെട്ടെന്ന് അന്യായമായിട്ടുള്ള കാര്യം എന്നോട് തർക്കിക്കാൻ പറ്റുന്ന എനിക്ക് ദേഷ്യം വരുന്നേ. ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ ഒരു വൃത്തിയായിട്ടുള്ള ചുമ്മാ പറഞ്ഞ കേട്ടോ. ഞാൻ ചുമ്മാ പറയും, നീ ചുമ്മാ കോമഡിക്കൊക്കെ പറയുന്നതാണേ. കോമഡിക്കല്ല, ഒരു രസം അത്രേ ഉള്ളൂ. ആർക്കും ദോഷമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ അപ്പാ, എനിക്കറിയത്തില്ല. ഈ ലോകത്ത് ഒന്നും പറ്റത്തില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. 10 പേരെ എടുത്ത് നോക്കിയാൽ 10 ഈഗോസിനെ കാണാമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടെയുള്ള 10 പേരെയാണ് കേട്ടോ. ഞാൻ വേറെ ആരെയും കുറ്റം പറയുന്നില്ല. കോഫി കളർ. ഇപ്പം ഇനി ആ കെട്ടലഴിക്കണമല്ലോ. അതേ കെട്ടഴിച്ചത് വേറെ ഇരിക്കുന്നു. സിക്സാഗ്, നല്ല എന്ത് കളറാ, നല്ല പർപ്പിളിൻ്റെ ഡാർക്ക് കളർ. ബീട്രൂട്ടിൻ്റെ ഒക്കെ മുറിച്ച് വെച്ച് കഴിയുമ്പം വരുന്ന ഒരു കളർ. സൈഡിൽ നോക്കുന്ന എന്നാണല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ. ഈ സൈഡിൽ ഈ ഷോപ്പിൻ്റെ ഉൾവശം മുഴുവൻ കാണുന്ന CCTV ക്യാമറയുടെ സ്ക്രീനുണ്ട്. കണ്ണത്തെ നോക്കുന്ന ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അത് ശീലിച്ച് പോയി. ഇതിനകത്തിരുന്നത് നോക്കിയേ കണ്ണെപ്പോഴും അങ്ങോട്ട് അറിയാതെ പോകുന്നേ. അതൊരു തെറ്റാണോ സർ? കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടില്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. എൻ്റെ നിക്ഷേപം മുഴുവൻ ഇപ്പോൾ ഇവിടെ കിടക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയം അതിനകത്തായിരിക്കുന്നു. പിന്നെ നല്ല ഡാർക്ക് മെറൂൺ കേട്ടോ. ഇപ്പം രാവിലെ ഇപ്പം തന്നെ ഈ വീഡിയോ അപ്ലോഡ് ആവുമേ. കണ്ട് കഴിയുമ്പോഴേ വേഗം ബുക്ക് ചെയ്തോണം കേട്ടോ. ഇനി വൈകിട്ട് വീഡിയോ കാണുമ്പോൾ പിന്നെ നിങ്ങൾ ഓർക്കും രാവിലെയും കണ്ടു വൈകിട്ടും കണ്ടു. എപ്പോഴും വീഡിയോ കാണണം. ഇനി ബെഡ്ഷീറ്റ്, ഈ ഏറ്റവും ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതൽ വീഡിയോ ചെയ്യാൻ. മറ്റേത് ആവശ്യമില്ലെന്നല്ല, ഇത് ചോദിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുമോ. അതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തേക്കാം. ഇന്ന സാധനമൊന്നുമില്ല. നേവി ബ്ലൂ. ഇത് 6 ആകോ?
മുന്താണി കാണിച്ചില്ല, കണ്ടില്ല. ഇതെന്തല്ലോ ഇത് കണ്ടാൽ ശരിക്കും മഷ്റൂം സിൽക്കാന്നേ തോന്നത്തുള്ളൂ. ശരിക്കും ഞാനിത് മഷ്റൂം സിൽക്കാന്ന് തന്നെയാണ് ഓർത്തത്. പിന്നെ അടുത്തിന്ന് തൊട്ടെല്ലാം നോക്കിയപ്പോഴാണ് മനസ്സിലായത് കളി വേറെയാണ്. പക്ഷെ നല്ല നല്ല സ്റ്റാൻഡേർഡാണ് ഷോള്. ഇപ്പം ഷോളിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ലേ. റെഡിഷ് മെറൂൺ അല്ല, ചില്ലി റെഡ് അല്ല, ബ്ലഡ് റെഡ്. ഏതിലേലും ഒന്ന് ഉറപ്പിക്കാനല്ലേ മനസ്സിൽ ഇപ്പം പറഞ്ഞേ. മസ്റ്റാർഡ് യെല്ലോ 6 പ്രിന്റ് മുന്താടി ഇങ്ങനെ വരും. ഈ വലിയ ഓവർ ഇപ്പം എൻ്റെ അത്രയും പൊക്കമുള്ള ആൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇച്ചിരി പൊക്കം ഉണ്ട് കേട്ടോ, ഇച്ചിരി പൊക്കം ഉണ്ടേ കേട്ടോ. അല്ലാത്തവർക്കെല്ലാം സുഖമായിട്ട് നല്ല സൂപ്പറായിട്ട്, എനിക്ക് നല്ല ലെങ്ത് കിട്ടുന്നുണ്ട്. 46-47 ഇഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട്. നല്ല ഒന്നാം തരമായിട്ടൊരു ടോപ്പ് തയ്ക്കാം, അജ്രക്കിൻ്റെ ടോപ്പ് തയ്ക്കാം. ഷോള് കുറച്ച് പ്രാവശ്യം ഇട്ടിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ട, ടോപ്പ് തയ്ക്കാം. പലർക്കും തയ്ക്കാനൊക്കെ അറിയാമല്ലോ, ടോപ്പൊക്കെ തയ്ക്കാൻ ഇപ്പം മിക്കവർക്കും ഒക്കെ അറിയാം. അപ്പോൾ തയ്ക്കാം. ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ ലൈനിങ് ഇട്ട് നിൽക്കുവാണെങ്കിൽ നമുക്കതിന് ഇത് നിൽക്കും, എന്നാ പറയുന്നത്, ലാസ്റ്റ് ചെയ്യും. നേവി ബ്ലൂ കാണിച്ചാണേലും ഒന്നും വിചാരിക്കണ്ട. കാണിച്ചല്ലേ, കാണിച്ച ഓൾറെഡി കാണിച്ചു. എല്ലാത്തിൻ്റെയും മുന്താണി ഏകദേശം ഒരുപോലെ. എന്നാന്നറിയോ, ഇതും അതും ഒന്നാണോ വേറെ അല്ലേ? കാണിച്ചതാണെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നമ്പർ വേറെ ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ ആ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണമെന്നേ ഉള്ളൂ. നമ്പർ വേറെയാണ്, ബുക്ക് ചെയ്യുന്ന നമ്പർ വേറെയാണ്. ഇൻഡിഗോ ഇതെനിക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. നേവി ബ്ലൂ അല്ലേ? ആണ്, മുമ്പേ കാണിച്ചത് തന്നെ അത്. അല്ല, ഡിസൈൻ വേറെയാ, ബോർഡറിൻ്റെ ഡിസൈൻ വേറെ. കളറും ഒരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? ഇനി തൊട്ട് പുറകെ ഞാൻ വരുന്നുണ്ട്. ബ്ലൗസ്, ചുരിദാർ സെറ്റ്, ബെഡ്ഷീറ്റ്, ഇത്രയും സാധനങ്ങൾ വയ്ക്കാം. ഇന്ന് തന്നെ വരുമോന്ന് അറിയില്ല. ഇന്ന് തന്നെയാണേലും ഒന്നുകൂടെ വരും വൈകുന്നേരം. ഇതൊക്കെ പൊട്ടിച്ചൊക്കെ ഒന്ന് തരാൻ ആരുമില്ലെന്നേ, എല്ലാവരും ഭയങ്കര തിരക്കാം. ദൈവമേ തിരക്കാകട്ടെ. നല്ലൊരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എപ്പോഴും കാണുന്ന ഗ്രീനാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഒരു പിസ്ത ഗ്രീൻ അല്ല ഒരിക്കലും. പിസ്ത ഗ്രീൻ പുറകെ വരുന്നുണ്ട്. ഇത് വേറൊരു സൈസ് ഗ്രീന്, സഫയറും അല്ല, മറ്റേ ഒരു ഗ്രീന്. നമുക്ക് ഓണത്തിന് ഒത്തിരി കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, മാറ്റി. അതിൻ്റെ വേറെ പീസ് കാണും, നോക്കാം ഉണ്ടോ ഇല്ലയോ. ചെറുപയർ പച്ച, ഇനി ഇതെല്ലാം ഇത് വേണ്ട, ഇത്ര മതി. ബാന്തിനിയാണ്. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, ബുക്ക് ചെയ്യുന്ന നമ്പർ എന്നും ബുക്ക് ചെയ്യുന്ന നമ്പറല്ല, സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിലാണ്. ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വിത്ത് നമ്പർ അയച്ചു കൊടുക്കുക, ബുക്ക് ചെയ്യുക. നിങ്ങളുടെ ബാക്കിയെല്ലാം സെയിം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം കാണാം. താങ്ക് യു.